ഹലോ ഗൈസ്, അപ്പം ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. ഇന്നും ചെറിയൊരു വ്ളോഗാട്ടോ. ഒന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട്ടിലേക്ക് ഞാനുണ്ട്, നാസറാക്കി അവിടെ സൽക്കാരാട്ടോ. അപ്പം അങ്ങനെ സൽക്കാരത്തിന് പോവാണ്. പിന്നെ പോണ പോക്കിൽ റാബിൻ ഓപ്ഷൻ്റെ അടുത്ത് ചിലപ്പോൾ ഒന്ന് കയറണം. പിന്നെ വേറെയും കുറേ 2-3 സ്ഥലത്തൊക്കെ പോവാണ്ട്. അപ്പം നമുക്കിനി എൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. ചിലപ്പോൾ എൻ്റെ മുന്നേറ്റ് റാബിൻ ഓപ്ഷൻ്റെ വീട്ടിൽ കയറും കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അപ്പം ഞാൻ പോകട്ടെ കേട്ടോ. കുറച്ചിങ്ങനെ നടക്കാണ്ട് അപ്പം നമ്മളത് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ തുടങ്ങി. പൊറോട്ട, ബീഫല്ല, എന്താ പറയുക, ചിക്കൻ പാർട്സ് ആട്ടോ കഴിക്കുന്നത്. ഇത് കഴിക്കട്ടെ വെച്ച് സൽക്കാരം വീട്ടിൽ സൽക്കാരം ഞങ്ങളെ വീട്ടിൽ കേട്ടോ. അതിന് പോവുക. അപ്പോൾ അത് ഇവിടെ അങ്ങനെ ഓർഡർ കണ്ടപ്പം കയറിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തിട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാ അനിയത്തികളൊന്നുമില്ല. ഇമ്മച്ചിയും ചെറിയ അനിയത്തിയുണ്ട്. പിന്നെ ആങ്ങളുടെ മക്കളൊക്കെ ഉണ്ട്. ആങ്ങളുണ്ട്. ഇത് ആങ്ങളുടെ കുട്ടിയാണ്. ഇത് അനിയത്തിൻ്റെ കുട്ടിയാണ്. ഇതിൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാട്ടോ. ഒരു 2 മാസമായിട്ടുള്ളൂ കേട്ടോ. ഓളെ ഇങ്ങനെ എല്ലാവരും നോക്കുക. ഇവിടെയൊക്കെ അത് മേപ്പെട്ട് വെക്കുക. മേപ്പെട്ട് വെക്കല്ലേ, ഇനി ഇങ്ങോട്ട് വെക്ക്. ചിരിച്ച് അപ്പോൾ ഞങ്ങൾ വന്ന ഓള് പ്രസവിച്ചെടുക്കാനേ. ഇതൊരു 3 ആളിൻ്റെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ. ഓളമ്മ വന്നില്ല. ഓളമ്മ അവിടെ വെള്ളേരിയ. അതല്ല അതവിടെ വേറെ കൊണ്ടോ. ചിക്കൻ കടായി ചോറ് തിന്നിട്ടോ. ചോറ് തിന്നാട്ടോ. പിന്നെ ഓലൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാം. ഞങ്ങൾക്ക് നേരം ഉണ്ട്. പോകാൻ നേരം വരിക. കാരണം പെരുമായാണ് കേട്ടോ ഇവിടെ. ഓഫാക്കിയില്ല. അവിടെ മഴയില്ല. ഇനി പോന്നപ്പോഴേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഇടിമഴയൊക്കെ ഇവിടെയും വരുന്നുണ്ട്. മലപ്പുറത്തൊക്കെ ഇടിമഴയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ റാബിൻ ഹൗസിലൂടെ പോകണം വിചാരിച്ചിനി. അപ്പോൾ റാബിൻ ഹൗസിലൂടെ പോകണം. അപ്പോൾ ഇവിടെ ഭയങ്കര മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായിട്ടാണല്ലോ ഇവിടെ ഒറ്റം വന്നത് മാത്രമേ ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ കൊണ്ടോട്ടി നീർച്ച ഉണ്ട്, കൊണ്ടോട്ടി ഫെസ്റ്റ്, അതും കാണണം. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് റാബിൻ ഹൗസിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ റാബിൻ ഹൗസിലൂടെ പോയതും കൊണ്ടോട്ടി ഫെസ്റ്റിന് പോയ വീഡിയോ ഞാൻ നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾ നേരം റാബിൻ ഹൗസിൽ